Question number 4. Show that the relation R in R, set of all real numbers, defined as R is equal to set of all ordered pair AB such that A less than or equal to B is reflexive and transitive but not symmetric. അപ്പോൾ ഈ റിലേഷൻ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണെന്ന് കാണിക്കണം, സിമെട്രിക് അല്ലെന്ന് കാണിക്കണം. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്നത് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റ് എ എന്ന് പറയുന്നത് ആറാണ് തന്നിട്ടുണ്ട്, അതായത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. റിലേഷൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഓർഡർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഇത് റിഫ്ലെക്സീവ് ആണെന്നാണ് കാണിക്കേണ്ടത്. റിഫ്ലെക്സീവ് ആവാനുള്ള ഡെഫിനേഷൻ എന്തായിരുന്നു? എ എന്ന് പറയുന്ന ഓർഡർഡ് പെയർ ആറിലുണ്ടായിരിക്കണം ഫോർ എവറി എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്ക്. ഇവിടെ എ എന്ന് പറയുന്നത് നമ്മൾ റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. അപ്പോൾ എയിലത്തെ ഏതൊരു എലമെൻ്റ് എടുത്താലും, അതായത് റിയൽ നമ്പേഴ്സിലത്തെ ഏതൊരു എലമെൻ്റ് എടുത്താലും ആ എലമെൻറ്റിൻ്റെ എ എന്ന് പറയുന്ന ഫോം നമ്മുടെ തന്നിരിക്കുന്ന റിലേഷനിൽ ഉണ്ടായിരിക്കണം. ഇനി ഒരു എ ബി എന്ന് പറയുന്നത് ആറിലുണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. അപ്പോൾ എ എന്ന് പറയുന്ന ഓർഡർ പെയർ ആറിലുണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആയിരിക്കണം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഈക്വൽ ടു വെച്ചിട്ട് എ എന്ന് പറയുന്നത് അതിനോട് തന്നെ ഈക്വൽ ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണെന്ന് കിട്ടും. ഇതിൽ ലെസ് ദാൻ മാത്രമായിരുന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ ഫോൾസ് ആണ്. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണ്. ഒരു നമ്പർ അതിനോട് തന്നെ ഈക്വൽ ആയ കാരണം കൊണ്ട് നമുക്ക് എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറയും. ഇത് റിയൽ നമ്പേഴ്സിൽ ഏത് നമ്പർ എടുത്താൽ, ഇപ്പോൾ 1/2 എടുത്താൽ 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 തന്നെയാണ്. 3 എടുത്താൽ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 തന്നെയാണ്. അപ്പോൾ ഏത് നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സിലെ ഏത് നമ്പർ എടുത്താലും ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സിൻസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഫോർ എവറി എ ബിലോങ്സ് ടു ആർ, എ belongs to R. Therefore R എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആണ് കിട്ടി. ഇനി അടുത്ത് നോക്കേണ്ടത് സിമെട്രിക് ആണോ നോക്കണ്ടേ. സിമെട്രിക് അല്ലെന്നാണ് കാണിക്കേണ്ടത്. സിമെട്രിക്കിൻ്റെ ഡെഫിനേഷൻ എന്തായിരുന്നു? എ ബി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ആറിലുണ്ടെങ്കിൽ ബി എ എന്ന് പറയുന്ന എലമെൻറ്റും ആറിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു 1 2 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, 1 2 ആറിലത്തെ ഒരു എലമെൻ്റ് ആണല്ലോ. 1 2 ആറിലുണ്ടെങ്കിൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. ഇനി 2 1 ആറിലുണ്ടെങ്കിൽ ആർ എന്ന് പറയുന്നത് സിമെട്രിക് ആയിരിക്കും. 2 1 ആറിലുണ്ടാവണമെങ്കിൽ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണമല്ലോ. പക്ഷെ നമുക്ക് ഇതിൽ നിന്ന് 2 എന്ന് പറയുന്നത് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഈ 2 1 എന്ന് പറയുന്ന എലമെൻറ്റ് ആറിൽ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആർ എന്ന് പറയുന്നത് നോട്ട് സിമെട്രിക് എന്ന് പറഞ്ഞു കേട്ടോ. ആർ ഈസ് നോട്ട് സിമെട്രിക്. 1 2 ആറിലുണ്ട്, പക്ഷേ 2 1 എന്ന് പറയുന്നത് നോട്ട് ബിലോങ്സ് ടു ആർ ആണ്. അതായത് 1 ലെസ് ദാൻ ഈക്വൽ 2 ആണ്, ആ കണ്ടീഷൻ ട്രൂ ആണ്. പക്ഷേ 2 എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു 1 അല്ല, അത് ഫോൾസ് ആണ്. അപ്പോൾ നമുക്ക് 2 1 എന്ന് പറയുന്നത് ആറിൽ ഉണ്ടാവില്ല. കാരണം റിലേഷൻ എന്ന് പറയുന്നത് എന്താ, എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ എ ലെസ് ദാൻ ഈക്വൽ ടു ബി ആയിരിക്കണം. അത് വെച്ച് നമുക്ക് ആർ എന്ന് പറയുന്നത് സിമെട്രിക് അല്ലെന്ന് കിട്ടും. ഇനി അടുത്തത് ട്രാൻസിറ്റീവ് ആണെന്നാണ് കാണിക്കേണ്ടത്. ട്രാൻസിറ്റീവിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എ ബി ബിലോങ്സ് ടു ആർ ആണ് ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ ആണ്. അങ്ങനെയാണെങ്കിൽ എ സി എന്ന് പറയുന്ന എലമെൻറ്റും ആറിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എ ബി സി എന്ന് പറയുന്ന എലമെൻറ്റ്സ് ക്യാപിറ്റൽ എയിലെടുത്തു. എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. എന്നിട്ട് എ ബി ബി സി ഈ രണ്ട് എലമെൻറ്റ്സ് ആറിൽ നിന്ന് നമ്മുടെ റിലേഷനിലത്തെ രണ്ട് എലമെൻറ്റ്സ് ആയിട്ട് എടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റിലേഷൻ അനുസരിച്ച് നമുക്ക് എ ബി ബിലോങ്സ് ടു ആറിലുണ്ടെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെന്ന് പറയാം. ആൻഡ് ബി സി ബിലോങ്സ് ടു ആറിലുണ്ടെങ്കിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണെന്ന് പറയാം. എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്, ബി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറഞ്ഞു കിട്ടും. ഏത് നമ്പേഴ്സ് എടുത്താലും ഇത് കറക്റ്റ് തന്നെയാണ്. ഇപ്പോൾ 2 3 4 ഈ 3 നമ്പേഴ്സ് എടുത്ത് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്, 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ? ഇനി അതുപോലെ ഫ്രാക്ഷൻ എടുക്കുകയാണെങ്കിൽ 1/2 1/4 1/6 ഈ എലമെൻറ്റ്സ് എടുക്കുക. 1/6 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/4 ആണ്, 1/4 ആണ് വലുത്. അതുപോലെ 1/4 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ആണ്, 1/2 ആണ് വലുത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 1/6 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ആണെന്നും പറയാമല്ലോ. അപ്പോൾ ഇത് ജനറൽ ആയിട്ടുള്ള റിസൾട്ടാണ്. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്, ബി ലെസ് ദാൻ ഈക്വൽ ടു സി ആണെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആയിരിക്കും. അപ്പോൾ ദെർഫോർ എ സി എന്ന് പറയുന്നത് ആറിലുണ്ടെന്ന് പറഞ്ഞു കിട്ടി. അപ്പോൾ എ ബി ബി സി ബിലോങ്സ് ടു ആർ ആണ്, വിച്ച് ഇംപ്ലൈസ് എ സി ബിലോങ്സ് ടു ആർ ആണ്.
അപ്പോൾ ആർ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആണ് ടി. ആറ് റിഫ്ലക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, പക്ഷെ സിമെട്രിക് അല്ല. താങ്ക് യു.